പൊതുസ്ഥലത്ത് വെച്ച് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അക്രമത്തിനെതിരെയും പ്രതികരിക്കാൻ സ്ത്രീകൾ തയ്യാറാവണം. പൊതുസ്ഥലത്തിൻ്റെ ഉടമസ്ഥത വഹിക്കുന്ന ഓരോ വ്യക്തിക്കും സ്ത്രീയുടെ കയ്യിൽ നിന്നും ശല്യപ്പെടുത്തുന്ന എന്ന പരാതി ലഭിച്ചു കഴിഞ്ഞാൽ നടപടിയെടുക്കാൻ ബാധ്യതയുണ്ട്. ബസ്സിലാണെങ്കിൽ കണ്ടക്ടർക്ക് സ്ത്രീയുടെ പരാതി കിട്ടിയാൽ ഉടൻ തന്നെ വേണ്ട നടപടിയെടുക്കേണ്ട ബാധ്യത ഉണ്ട്. പൊതുസ്ഥലത്ത് സ്ത്രീകൾക്കെതിരെ ശല്യം ചെയ്യുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കാനുള്ള പുതിയ വ്യവസ്ഥ കേരള പോലീസ് ആക്ടിൽ ഇന്നുണ്ട്. സ്ത്രീകൾ എന്ത് ചെയ്യണം? ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വിളിച്ചറിയിക്കാവുന്ന നമ്പറുകൾ കയ്യിൽ കരുതുക. ആ നമ്പറുകളിലേക്ക് വിളിച്ച് അപ്പോൾ തന്നെ വിവരം അറിയിക്കാം. കൺട്രോൾ റൂം നമ്പർ 100. ട്രെയിനിൽ വെച്ചാണെങ്കിൽ റെയിൽ അലർട്ട് നമ്പറുണ്ട് 9846 200 100. അതുപോലെ റോഡിൽ വെച്ച് ഏതെങ്കിലും അപകടത്തിൽ പെടുകയാണെങ്കിൽ ഹൈവേ അലർട്ട് നമ്പറുണ്ട് 9846 100 100. ലാൻഡ് ലൈനിൽ നിന്നാണെങ്കിൽ വിമൻ ഹെൽപ്പ് ലൈൻ നമ്പറിൽ തന്നെ 1098 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇതൊന്നും കിട്ടിയില്ല എങ്കിൽ ഒരു ക്രൈം സ്റ്റോപ്പർ നമ്പറുണ്ട് 1091. അതിലും വിളിച്ചു വേണമെങ്കിൽ വിവരം അറിയിക്കാവുന്നതാണ്. ഇതൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടാവുന്ന വിധത്തിൽ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഹൃദിസ്ഥമാക്കി വെക്കണം. ആവശ്യം വരുമ്പോൾ എടുത്തുപയോഗിക്കാൻ തയ്യാറാക്കി ഈ നമ്പറുകൾ മനസ്സിലോ അല്ലെങ്കിൽ ഡയറിയിലോ കരുതുവാൻ ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് നാം ഈ വിവരം പോലീസിനെ അറിയിക്കുക.